ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നാളെ 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇന്റഗ്രേഷൻ ഡേ 3 ഉദ്ഗ്രഥനം 3-ാം ദിവസമാണ് പരീക്ഷ വരുന്നത്. അപ്പൊ എല്ലാ മക്കളും പഠിച്ചിട്ടിരിക്കുകയാണോ? ഇന്നത്തെ എക്സാം എല്ലാ കൂട്ടുകാർക്ക് ഈസി അല്ലായിരുന്നോ? ടീച്ചർ പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ പഠിച്ചിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഇന്ന് നന്നായിട്ട് എക്സാം എഴുതിയിട്ട് മുഴുവൻ മാർക്ക് മേടിച്ചിട്ടില്ലേ? ഉണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുപ്പായാലോ? അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മക്കൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നാളെ ഇന്റഗ്രേഷൻ ഡേ 3 ആണ് അല്ലെ പരീക്ഷ വരുന്നത്. അപ്പൊ മക്കൾക്ക് അറിയാലോ, മലയാളത്തിൽ നിന്നും ഗണിതത്തിൽ നിന്നൊക്കെ എന്തുണ്ടായിരിക്കും, നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മലയാളം പറയണോ അല്ലെങ്കിൽ ഗണിതം പറയണോ? ഗണിതം പറയാം അല്ലെ? ഓക്കെ മക്കളെ, അപ്പൊ ചിലപ്പോ നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗണിതം പരീക്ഷയ്ക്ക് ഇതുപോലെ ഒരു വില വിവര പട്ടിക തന്നുകൊണ്ടുള്ള ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മൾ എന്ത് ചെയ്തു, ഒരു കടയിൽ പോയി എന്ന് വിചാരിക്കാം. കടയിൽ പോയ സമയത്ത് ആ കടയിൽ തൂക്കി വെച്ചിട്ടുള്ള വില വിവര പട്ടികയാണ് ഇവിടെയുള്ളത്. നമ്മൾ കുറെ പഴങ്ങൾ മേടിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ മേടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നോക്കിക്കേ, ഓരോന്നിനുള്ള വിലകൾ കൊടുത്ത് നോക്കിക്കേ. പഴം 60 രൂപ, ആപ്പിൾ 90 രൂപ, ഓറഞ്ച് 52 രൂപ, മാങ്ങ 48 രൂപ. മനസ്സിലായല്ലോ മക്കളെ? അപ്പൊ 2 കൂട്ടുകാർ ചേർന്നിട്ടാണ് കടയിൽ പോയിട്ടുള്ളത്. ആരൊക്കെയാണ്? നമ്മുടെ 2 കൂട്ടുകാർ ചേർന്നിട്ടാണ് പോയിട്ടുള്ളത്. നമുക്ക് കൂട്ടുകാർക്ക് ഒരു പേര് കൊടുക്കാം. അപ്പു അതുപോലെ തന്നെ അനു ആയിക്കോട്ടെ അല്ലെ? അപ്പു അതുപോലെ തന്നെ നമ്മുടെ അനു ആയിരിക്കോട്ടെ ഇവിടെ പോയത്, കടയിൽ പോയത്. അപ്പം എന്ത് ചെയ്തു, അവര് കടയിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ അപ്പു എന്ത് ചെയ്തു, 1 കിലോ മാങ്ങയും 1 കിലോ ഓറഞ്ചും ആണ് ആര് മേടിച്ചിട്ടുള്ളത് മക്കളെ? നമ്മുടെ അപ്പു മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പു എന്താണ് മേടിച്ചിട്ടുള്ളത്? 1 കിലോ മാങ്ങയും അതുപോലെ തന്നെ 1 കിലോ ഓറഞ്ചും മേടിച്ചു. അങ്ങനെയാണെങ്കിൽ അപ്പു ആകെ എത്ര രൂപയാണ് നമ്മുടെ കടക്കാരന് കൊടുക്കേണ്ടത്? അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു വില വിവര പട്ടിക തന്നിട്ടുണ്ട് അല്ലെ? 1 കിലോ മാങ്ങയാണ് പറഞ്ഞത്. നമുക്കറിയാം മാങ്ങയ്ക്ക് എത്ര രൂപയാണ് മക്കളെ? 48 രൂപയാണ്. പിന്നെ എന്താണ് മേടിച്ചിട്ടുള്ളത്? 1 കിലോ ഓറഞ്ച് ആണ് മേടിച്ചത്. ഓറഞ്ചിന് എത്ര രൂപ മക്കളെ? പറഞ്ഞേടാ, എത്രയാണ്? 52 രൂപയാണ്. എങ്കിൽ എത്ര രൂപ നമ്മുടെ അപ്പു കടക്കാരന് കൊടുക്കണം? അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാ പോരെ, കൂട്ടി നോക്കിയാ പോരെ? നോക്കിക്കേടാ, 8ലേക്ക് 2 ചേർത്തൽ എത്ര മക്കളെ? 10 ആണ് അല്ലെ? 4 3 5, 5 5 എത്ര മക്കളെ? 10. അപ്പൊ എത്ര രൂപയായിട്ടുണ്ടായിരിക്കും മക്കളെ? അപ്പുവിന് എത്ര രൂപയായി? 100 രൂപ അല്ലെ? അവൻ 100 രൂപയ്ക്ക് ഫ്രൂട്ട്സ് ഐറ്റംസ് വാങ്ങി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അടുത്തത് ആരാണ്? നമ്മുടെ അനു ആണ് അല്ലെ? അനു എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്? അനു ആപ്പിളും അതുപോലെ തന്നെ പഴവുമാണ് മേടിച്ചത്. അനുവിന് എന്തൊക്കെയാ ഇഷ്ടം? ആപ്പിളും പഴമാണ് മേടിച്ചത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആപ്പിളും പഴമാണ് അവൾക്ക് ഇഷ്ടം. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു, ആ 2 ഐറ്റംസ് ആണ് മേടിച്ചിട്ടുള്ളത്. എങ്കിൽ പറഞ്ഞേടാ, ആപ്പിളിന് എത്ര രൂപയാണ്? ആപ്പിളിന് 90 രൂപയാണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ പഴത്തിന് എത്ര രൂപ മക്കളെ? 60 രൂപയാണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് നോക്കണ്ടേ, കൂട്ടി നോക്കണ്ടേ? എന്നാ വേഗം കൂട്ടി ഉത്തരം പറഞ്ഞേടാ. 0 + 0 എത്രയാണ്? 0. 9 + 6 എത്ര മക്കളെ? 9 കൂട്ടണം 6 എത്ര മക്കളെ? 15 ആണ് അല്ലെ? അപ്പൊ എത്ര രൂപയായി? നമ്മുടെ അനുവിന് എത്ര രൂപയായി മക്കളെ? 150 രൂപയായി. എത്ര രൂപയായി? 150 രൂപയായി. എങ്കിൽ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ അനു ആണോ അപ്പു ആണോ കൂടുതൽ രൂപയ്ക്ക് പഴങ്ങൾ മേടിച്ചിട്ടുള്ളത്? ആരാണ്? നമ്മുടെ അനു ആണ് കൂടുതൽ രൂപയ്ക്ക് പഴങ്ങൾ മേടിച്ചിട്ടുള്ളത് അല്ലെ? അനു ആണ് കൂടുതൽ രൂപയ്ക്ക് പഴം മേടിച്ചത്. കാര്യം അപ്പു മേടിച്ചത് 100 രൂപയ്ക്കാണ്, അനു മേടിച്ചത് 150 രൂപയ്ക്കാണ് അല്ലെ? അപ്പുവിനേക്കാൾ കുറച്ചധികം തുക അധികം കൊടുത്തിട്ടാണ് നമ്മുടെ അനു പഴങ്ങൾ മേടിച്ചിട്ടുള്ളത്. എങ്കിൽ എത്ര രൂപയാണ് അധികം മേടിച്ചിട്ടുള്ളത്? എത്രയാണ്? അതെ, 50 രൂപയാണ് അല്ലെ? എന്ത് ചെയ്താൽ മതി കണ്ടെത്താനായിട്ട്? എന്ത് ചെയ്താൽ മതി? 150 കുറയ്ക്കണം 100 അല്ലെ? എത്ര ആൻസർ കിട്ടാടാ? 50 ആണ് അല്ലെ? എല്ലാ മക്കൾക്കും അറിയായിരിക്കല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഇനി ടീച്ചർ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇവരെന്ത് ചെയ്തു, നമ്മുടെ അപ്പവും അനു ഒക്കെ എന്ത് ചെയ്തു, സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പൊ നമ്മുടെ അനു എന്ത് ചെയ്തു, കടക്കാരന് 200 രൂപയുടെ ഒരു നോട്ട് കൊടുത്തു കേട്ടോ. എത്ര കൊടുത്തിട്ടുള്ളത് മക്കളെ? 200 രൂപയുടെ നോട്ട് നമ്മുടെ അനു എന്ത് ചെയ്തു, കടക്കാരന് കൊടുത്തു. എങ്കിൽ കടക്കാരൻ എത്ര രൂപ തിരിച്ചു കൊടുക്കണം? എത്ര രൂപ തിരിച്ചു കൊടുക്കണം? നമ്മുടെ അനുവിന് ആകെ സാധനങ്ങൾ മേടിക്കാൻ എത്ര രൂപയായിട്ടുള്ളൂ മക്കളെ? 150 രൂപയായിട്ടുള്ളൂ. അവൾ കടക്കാരൻ എത്ര രൂപ കൊടുത്തു? 200 രൂപ കൊടുത്തു. എങ്കിൽ കടക്കാരൻ തിരിച്ച് അവൾക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ടായിരിക്കും? അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 200 കുറയ്ക്കണം 150 ചെയ്താൽ പോരെടാ മക്കളെ? ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെ? 0 - 0 എത്രയാണ്? 0.
0 മൈനസ് 5 ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ? ഓക്കെ. 10 മൈനസ് 5 എത്രയാടാ? 5 അല്ലെ? 1 മൈനസ് 1 എത്രയാണ്? വീണ്ടും 0 അല്ലെ? അപ്പൊ എത്രയാണ്? 15 എന്ന് കിട്ടി, 50 എന്ന് കിട്ടി. അതായത് കടക്കാരൻ അവൾക്ക് എത്ര രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും മക്കളെ? 50 രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ? മക്കൾക്ക് മനസ്സിലായോ? അപ്പം ഇത്തരത്തില് നമുക്ക് വില വിവര പട്ടിക അല്ലെങ്കിൽ പ്രൈസ് ടേബിൾ തന്നുകൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ കാര്യം ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. ഓക്കെ മക്കളെ. പിന്നെ മക്കള് ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ടീച്ചർ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കലണ്ടർ കണക്ക് അല്ലെ? കലണ്ടർ കണക്ക് മക്കൾക്ക് ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ വരിക എന്നുള്ളതൊക്കെ ടീച്ചർ ഒരുപാട് പ്രാവശ്യമായിട്ട് ക്ലാസ്സിൽ പറയുന്നു. ഇനി പറയണോ? ഏതെങ്കിലും കൂട്ടുകാരെ ഇനി ക്ലാസ് കാണാത്തതായിട്ടുണ്ടെങ്കിൽ ടീച്ചർ പറയാട്ടോ, ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാട്ടോ. നമുക്ക് എന്ത് തരും? ഒരു കലണ്ടർ തരും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ തരും കേട്ടോ. ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടർ തരും. നമുക്കിപ്പം ഏതാണ് മാസം? ഡിസംബർ ആണ് അല്ലെ? അപ്പൊ ഡിസംബർ മാസത്തെ കലണ്ടർ തന്നെ തന്നിട്ട് എന്ത് ചെയ്യും, അതില് കളങ്ങളൊക്കെ ചിലപ്പം പൂർത്തീകരിച്ച് തരും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ചില കളങ്ങളിൽ സംഖ്യകളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ മക്കളടുത്ത് വിട്ടുപോയിട്ടുള്ള കളങ്ങൾ പൂർത്തീകരിച്ച് എഴുതാനായിട്ട് പറയും. അത് പിന്നെ സിമ്പിൾ അല്ലേടാ, മക്കൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. സംഖ്യകളൊക്കെ തരികയാണെങ്കിൽ കലണ്ടർ പൂർത്തീകരിക്കാനായിട്ട് അറിയില്ലേ? ഓക്കെ. അപ്പൊ പിന്നെ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഈ വരുന്ന ഡിസംബർ 25 എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലെ? എന്താണ്? നമ്മുടെ ക്രിസ്മസ് ആണ് അല്ലെ? അപ്പൊ മക്കളടുത്ത് ചോദിക്കും, ഡിസംബർ 25 ഏത് തീയതിയാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ദിവസമാണ് വരുന്നത് എന്നുള്ളത് ചോദിക്കും കേട്ടോ. അപ്പൊ മക്കൾ എന്ത് ചെയ്താൽ മതി അത് കണ്ടെത്താനായിട്ട്? ടീച്ചർ നോക്കിക്കേ, ഇവിടെ ചെറിയൊരു കലണ്ടറിന്റെ ഭാഗം വരയ്ക്കുക കേട്ടോ. അപ്പൊ ഇവിടെ 24, ഇവിടെ 25, ഇവിടെ 26, 27 എന്നുള്ള രീതിയിലാണ് ഡേറ്റുകൾ പോകുന്നത് കേട്ടോ. ഇവിടെ താഴേക്കൊക്കെ വേറെ കോളം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇവിടെ മുകളിൽ എഴുതിപ്പം സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ടീച്ചർ വെറുതെ ജസ്റ്റ് ഒന്ന് വരച്ചെന്നേ ഉള്ളൂ കേട്ടോ. മക്കൾക്ക് ഒന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വരയ്ക്കാണ്. അപ്പൊ നമ്മളടുത്ത് ചോദിക്കാൻ ഡിസംബർ 25 ഏത് ദിവസമാണ് എന്ന് ചോദിക്കാണ്. കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 25 എന്നുള്ള കോളത്തിന് നേരെ മുകളിലോട്ട് പോവാ. അപ്പം അവിടെ ഏത് ദിവസമാണ് എഴുതിയത് നോക്കുക അല്ലെ? ഏത് ദിവസമാണ്? മൺഡേ ആണ് എഴുതിയത് അല്ലെ? തിങ്കളാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഡിസംബർ 25 ഏത് ദിവസമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കലണ്ടർ നോക്കിയിട്ട് ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റില്ലേ? തിങ്കൾ എന്ന് പറയാം അല്ലെ? അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഏത് മാസത്തെ കലണ്ടർ ആണ് നോക്കുക, ഏത് പ്രത്യേക ദിവസമാണ് നിങ്ങളടുത്ത് കണ്ടെത്താനായിട്ട് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ. പിന്നെ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് വരാവുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്, കലണ്ടറിൽ നിന്ന് മക്കളടുത്ത് ചിലപ്പോൾ ചോദിക്കും എത്ര ശനിയാഴ്ചകളാണുള്ളത്. ഇപ്പൊ ഡിസംബർ മാസത്തിൽ എത്ര ശനിയാഴ്ചകളാണ് ഉള്ളത് എന്ന് കണ്ടെത്താനായിട്ട് പറയും. അപ്പൊ മക്കൾ എന്ത് ചെയ്താൽ മതി? ശനി എന്ന് പറയുന്ന ആ കോളം എടുത്ത് നോക്കുക, അതിൽ എത്ര സംഖ്യകൾ ഉണ്ട് എന്നുള്ളത് നോക്കുക. അതായത് എത്ര ഡേറ്റുകൾ ഉണ്ട് എന്നുള്ളത് എണ്ണി മക്കൾ എഴുതുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ആ തീയതികൾ കൂടി ഇങ്ങോട്ട് പകർത്തി എഴുതാനായിട്ട് പറയും. അപ്പൊ ശനി എന്ന് പറയുന്ന കോളത്തിലുള്ള തീയതികൾ എന്ത് ചെയ്യുക? മക്കൾ ഏതാന്ന് നോക്കിയിട്ട് കൃത്യമായിട്ട് ഇവിടേക്ക് മാറ്റി എഴുതുക കേട്ടോ. ഇതൊക്കെ ടീച്ചർ ഒരുപാട് പ്രാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? ആ ഒരു ഭാഗം നോക്കുക കേട്ടോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയമുണ്ട്, കൂടുതൽ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലിൽ തന്നെയുണ്ട് വീഡിയോസ്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ. അപ്പൊ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മക്കൾക്ക് ഒരു ചോദ്യം വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കലണ്ടറുമായിട്ട് മക്കളടുത്ത് ബന്ധപ്പെടുത്തി ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, കലണ്ടറിൽ നിന്ന് പാറ്റേൺ എഴുതാനായിട്ട് പറയും. പാറ്റേൺ എഴുതാന്ന് പറയാൻ സിമ്പിൾ അല്ലേടാ. ഇപ്പൊ നോക്കിക്കേ, ഇപ്പൊ ഞായർ എന്ന് പറയുന്ന കോളുണ്ട്. അപ്പൊ ഇവിടെ കുറെ ഡേറ്റുകൾ ഉണ്ടായിരിക്കില്ലേ? ഈ ഞായർ എന്ന് പറയുന്ന കോളത്തിലെ എല്ലാ ഡേറ്റുകളും എടുത്ത് മാറ്റി എഴുതിയാൽ തന്നെ നമുക്ക് എന്തായി? ഒരു പാറ്റേൺ ആയില്ലേ? കാര്യം നമുക്കറിയാം എത്ര ദിവസമല്ലേ? 7 ദിവസത്തെ വ്യത്യാസമാണ് നമുക്ക് വരുന്നത് അല്ലേ? ഒരു ശനി കഴിഞ്ഞിട്ട് അടുത്ത ശനി ആകുമ്പോഴേക്കും അതിലേക്ക് എത്രയാണ് വ്യത്യാസം വരുന്നത്? 7 കൂടിയിട്ടാണ് വരുന്നത് അല്ലേ? ഈ ശനി നമുക്ക് 7 ഡേറ്റ് വരുന്നത്. ഈ ഒരു ശനി 7 ഡേറ്റ് വരുന്നത് വെച്ചാൽ അടുത്ത ശനി ഏതായിരിക്കും മക്കളുടെ ഡേറ്റ് വരിക? 14 വരിക അല്ലെ? അതായത് 7 വീണ്ടും 7 കൂട്ടിയിട്ട് 14 വരും. അത് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്ത ശനി ഏതായിരിക്കും ഡേറ്റ് വരിക? 21 വരിക അല്ലെ? അപ്പൊ എന്ത് ചെയ്യും മക്കൾ? ആ പ്രത്യേകത ഒന്ന് ഓർത്തിരിക്കട്ടെ. അതെല്ലാ കൂട്ടുകാർക്കും അറിയുന്നതല്ലേടാ കലണ്ടറിലുള്ള ആ ഒരു പ്രത്യേകത. അപ്പൊ അതനുസരിച്ച് ചിലപ്പോൾ മക്കളടുത്ത് പാറ്റേൺ കലണ്ടറിൽ നിന്ന് കണ്ടെത്തി എഴുതാനായിട്ട് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മക്കൾ കലണ്ടറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നാളത്തെ എക്സാമിന് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ. അപ്പം ഗണിതവുമായിട്ട് ബന്ധപ്പെടുത്തി ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഇനി നമുക്ക് മലയാളത്തിലോട്ട് പോവാം അല്ലെ? അപ്പൊ മലയാളത്തിൽ ഇത്രയും ദിവസം നമുക്ക് ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ ആയിരിക്കും നമുക്ക് നാളെ ചോദിക്കുക കേട്ടോ. അതായത് നമ്മുടെ ജീവികളും അതുപോലെ തന്നെ സഞ്ചാര രീതികളും നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. ടീച്ചർ കഴിഞ്ഞ ദിവസം പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അത് പഠിച്ചിട്ടുള്ള മക്കളുണ്ടെങ്കിൽ സുഖമാണ്, ഇനി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇനി ഏതെങ്കിലും കൂട്ടുകാർ നോക്കാത്തതായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, മക്കള് പഠിക്കുക കേട്ടോ. അതായത് ജീവികളെ അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് ചിലപ്പം ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറയും. മുന്നേ നമുക്ക് ചോദിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ എന്ത് ചെയ്തു, ഒരുപാട് ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ട് അവയെ അവയുടെ സഞ്ചാര രീതിക്ക് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഇഴഞ്ഞു പോകുന്നവരുണ്ടായിരുന്നു, നടന്നു പോകുന്നവരുണ്ടായിരുന്നു, പറന്നു പോകുന്നവരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചിത്രങ്ങൾ തന്നെ എഴുതാനായിട്ട് പറയാം. ചിലപ്പം ജീവികളുടെ ഒക്കെ പേരുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ബോക്സിൽ തന്നിട്ട് അവയെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറയാം. അപ്പൊ മക്കളൊന്ന് പറഞ്ഞിടാ, ഇഴഞ്ഞു പോകുന്ന ഏതെങ്കിലും 2 ജീവികളുടെ പേര് പറഞ്ഞേ. ഒച്ച ഇഴഞ്ഞു പോകുന്നതാണ്. പിന്നെയോ നമ്മുടെ തേരട്ട അല്ലെ, എന്താണ്, ഇഴഞ്ഞു പോകുന്നതാണ്. ഇനി പറക്കുന്നവര് പറഞ്ഞേടാ, ഏതൊക്കെയാണ്? നമ്മുടെ കുരുവി, കൊക്ക് അല്ലെ. കുരുവി, കൊക്ക്, കാക്കയൊക്കെ എന്താണ്, പറന്നു പോകുന്നവര് ഉൾപ്പെടുന്നതാണ്. നടന്നു പോകുന്നവർ ആരൊക്കെയാടാ പറഞ്ഞേ? നമ്മുടെ ആന, മാന്, സിംഹം അല്ലെ. ഇതൊക്കെ എന്തിൽ പെടും? നടന്നു പോകുന്നവരിൽ പെടും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച പ്രവർത്തനങ്ങളാണ് കേട്ടോ. മക്കൾ എന്ത് ചെയ്യുക, ആ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് നോക്കി വെക്കുക, നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് വരുന്ന രോഗങ്ങളെ കുറിച്ച് ചോദിക്കാം. ടീച്ചർ കഴിഞ്ഞ ദിവസവും പറഞ്ഞു പഠിക്കാനായിട്ട് അല്ലെ. രോഗങ്ങളുടെ പേരുകൾ തന്നിട്ട് അവയെ ക്ലാസിഫൈ ചെയ്യാനായിട്ട്, പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്, പകരാത്ത രോഗങ്ങൾ ഏതൊക്കെയാ എന്നുള്ള രീതിയിലൊക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് വരാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഏതൊക്കെയാ നോക്കിയിട്ട് വെക്കാട്ടോ. ഇനി ടീച്ചർ പറയണ്ടല്ലോ, ഇന്നലെ ടീച്ചർ പറഞ്ഞുല്ലേ, പകരുന്ന രോഗങ്ങളുടെ പേരുകൾ പറഞ്ഞു, പകരാത്ത രോഗങ്ങളുടെ പേരുകൾ പറഞ്ഞു അല്ലെ. അപ്പൊ അത് ചിലപ്പോൾ നിങ്ങൾക്ക് രോഗങ്ങളുടെ പേരുകളൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവയെ ക്ലാസിഫൈ ചെയ്യാനായിരിക്കും പറയാ കേട്ടോ. ഇനി അല്ലെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, കുറച്ച് രോഗങ്ങളുടെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവാ. എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതി പഠിക്കാട്ടോ ഒന്ന്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ പേപ്പറിൽ തന്നിട്ടില്ലെങ്കിലോ, ഉത്തരം അറിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അങ്ങനെയാകുമ്പോൾ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, എഴുതാൻ കുറച്ച് പ്രയാസമൊക്കെ ഉള്ള കൂട്ടുകാരുണ്ടായിരിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികളല്ലേ, എഴുതി പഠിച്ച് വരുന്നതേ ഉള്ളൂ അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുക, കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദ്യങ്ങൾ വരും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ ഇന്റഗ്രേഷൻ ഡേ 3 അല്ലേ, നമ്മുടെ ഇന്റഗ്രേഷൻ എക്സാം നാളെയോട് കൂടി അവസാനിക്കുകയാണ് അല്ലെ. അപ്പൊ ചിലപ്പോൾ നമുക്ക് എന്ത് വരും, കുറച്ച് വലിയ പ്രവർത്തനങ്ങളൊക്കെ നാളത്തെ ദിവസങ്ങളിലാണ് കണ്ടുവരാറുള്ളത്. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരു കഥ പൂർത്തീകരിച്ച് എഴുതാനൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. കഥയുടെ കുറച്ച് ഭാഗം തന്നിട്ട് ആ കഥ പൂർത്തീകരിച്ച് എഴുതാനായിട്ടൊക്കെ വരും. അപ്പൊ ആ ഒരു കഥ പൂർത്തീകരിക്കാനായിട്ട് ചിലപ്പോൾ മക്കൾക്ക് എന്ത് വരും, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതുമായിട്ട് യോജിച്ച ചിത്രങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ചിത്രങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ മക്കൾക്ക് പൂർത്തീകരിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കഥയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരിക. അപ്പൊ എന്തായാലും മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തന്നിട്ടുള്ള കഥാഭാഗം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം പിന്നീട് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ആദ്യം മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു നോക്കുക. അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ കഥയ്ക്ക് ഒരു തലക്കെട്ട് നൽകാനായിട്ടും പറയും, ആ കഥയ്ക്ക് ഒരു പേര് നൽകാനായിട്ടും പറയും. അപ്പൊ ആ കഥ വായിച്ചു നോക്കിയിട്ട് എന്താണ് അതിനുള്ളിലുള്ള ആശയം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് യോജിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, പേര് നൽകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നീട് നിങ്ങൾ മലയാളവുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മള് സസ്യങ്ങളും അവയുടെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? വിത്ത് നട്ടുണ്ടാവുന്നവ, അതുപോലെ തന്നെ കമ്പ് അഥവാ തണ്ട് നട്ടിട്ടുണ്ടാവുന്നവ, പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് നട്ടിട്ടുണ്ടാവുന്നവയ്ക്ക് നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നോ? ഇല മുളച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങൾ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചോദ്യങ്ങൾ വരും. അപ്പൊ ഇനി പറയേണ്ട കാര്യമുണ്ടോ? വിത്ത് നട്ടുണ്ടാവുന്ന ഏതെങ്കിലും ഒന്നിന്റെ പേര് പറഞ്ഞേടാ, നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഏതാണ്? മത്തൻ എന്താണ്, വിത്ത് നട്ടിട്ടാണ് അല്ലെ. അതുപോലെ തന്നെ കമ്പ് നട്ടിട്ടുണ്ടാവുന്ന ഏതെങ്കിലും ഒരു ചെടി പറഞ്ഞേടാ. ചെമ്പരത്തി, റോസ് ഒക്കെ ഇത് നട്ടിട്ടാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ കിഴങ്ങ് നട്ടിട്ടാണ് നമ്മുടെ ചേന അല്ലെ. ചേന എന്ത് നട്ടിട്ടാണ്? കിഴങ്ങ് നട്ടിട്ടുണ്ടാവുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മക്കളുടെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് മക്കള് പഠിക്കേണ്ടത് കേട്ടോ. പിന്നെ എന്ത് ചെയ്യുക, പാഠപുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക, നിങ്ങളുടെ നോട്ട് പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് വായിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം നമ്മുടെ കമന്റ് ബോക്സിൽ പറയാം. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.